ഒരു പൂച്ച ഒരേ സമയം മരിച്ചതും ജീവിച്ചതുമായ ഒരു അവസ്ഥയെ പറ്റി നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും. കേൾക്കുമ്പോൾ ഒരു ഭ്രാന്തായിട്ട് തോന്നും. എന്നാൽ ഇതൊരു ക്വാണ്ടം ഫിസിക്സിന്റെ ഏറ്റവും പ്രശസ്തമായ ഒരു ചിന്താ പരീക്ഷണമാണിത്. അതാണ് സ്ക്രോഡിഞ്ചർ കാറ്റ് അഥവാ സ്ക്രോഡിഞ്ചറുടെ പൂച്ച. എന്താണ് ഇതിനു പിന്നിലെ സത്യം? നമുക്ക് നോക്കാം. 1935 എർവിൻ സോഡിഞ്ചർ എന്ന ശാസ്ത്രജ്ഞനാണ് ഈ ഒരു എക്സ്പെരിമെന്റുമായിട്ട് മുന്നോട്ട് വരുന്നത്. ശരിക്കും ഇതൊരു എക്സ്പെരിമെന്റ് അല്ല, ഇതൊരു തോട്ട് എക്സ്പെരിമെന്റ് ആണ്. അതായത് അതായത് നമ്മൾ ഇത് സങ്കല്പിക്കണം. ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളൊരു പൂച്ചയെ ഒരു അടച്ചുറപ്പുള്ള ഒരു സ്റ്റീൽ ബോക്സിലാക്കും. പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് അതിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് കാണാൻ പാടില്ല. ഇനി പൂച്ചയുടെ കൂടെ നമ്മൾ കുറച്ച് സാധനങ്ങൾ കൂടി വെക്കും. അതായത് ഒരു റേഡിയോ ആക്റ്റീവ് എലമെന്റ്. ആ ഒരു റേഡിയോ ആക്റ്റീവ് എലമെന്റ് ഒരു ചുറ്റികയായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഒരു ഗീഗർ കൗണ്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയേഷനൊക്കെ അളക്കുന്ന ഒരു ഉപകരണമാണ്. മൂന്നാമത്തേത്, അതായത് അവസാനത്തേത്, ഒരു കുപ്പിവിഷം. ഇത് ഭയങ്കര മാരകമായിട്ടുള്ള വിഷമായിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു പെട്ടിക്കുള്ളിലുള്ളത്. ഒരു പൂച്ച, ഒരു റേഡിയോ ആക്റ്റീവ് എലമെന്റ്, അതുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഹാമർ, അതിനടുത്തൊരു വിഷക്കുപ്പി. ഇനി ഇവിടെ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. ആ ഒരു റേഡിയോ ആക്റ്റീവ് എലമെന്റ് ഒരുപക്ഷെ ഡീകേ ആവാം, ആവാതിരിക്കാം. അതിനുള്ള ചാൻസ് എന്ന് പറയുന്നത് 50-50 ആണ്. ആ ഒരു റേഡിയോ ആക്റ്റീവ് എലമെന്റ് ഡീകേ ആയിക്കഴിഞ്ഞാൽ ഈ ഹാമർ ചെന്നിട്ട് ആ ഒരു വിഷക്കുപ്പി ചെന്ന് അടിക്കുകയും അതിൽ നിന്ന് വിഷം പുറത്തേക്ക് വരികയും പൂച്ച മരിക്കുകയും ചെയ്യും. എന്നാൽ ആ ഒരു ആറ്റം വിഘടിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക? പൂച്ച മരിക്കില്ല. ഇവിടെയാണ് ക്വാണ്ടം ഫിസിക്സിന്റെ ഒരു മാജിക് എന്ന് പറയുന്നത്. നമ്മൾ ആ പെട്ടി തുറന്ന് നോക്കുന്നത് വരെ ആ ഒരു ആറ്റം സൂപ്പർ പൊസിഷനിലാണ്. അതായത് വിഘടിക്കുകയും വിഘടിക്കാതിരിക്കുകയും ഈ രണ്ടവസ്ഥയിലും ഒരുമിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ, അതാണ് സൂപ്പർ പൊസിഷൻ. ഈ ഒരു ആറ്റം അല്ലെങ്കിൽ ഈ ഒരു റേഡിയോ ആക്റ്റീവ് എലമെന്റ് ഒരേ സമയം വിഘടിക്കുകയും വിഘടിക്കാതിരിക്കുകയും അങ്ങനെ ഒരു അവസ്ഥയിലായതുകൊണ്ട് തന്നെ പൂച്ച മരിക്കുകയും മരിക്കാതിരിക്കുകയും ഈ രണ്ടവസ്ഥയിൽ കൂടെയും ആണ് കടന്നു പോകുന്നത്. റേഡിയോ ആക്റ്റീവ് എലമെന്റും സൂപ്പർ പൊസിഷനിലാണ്, പൂച്ചയും സൂപ്പർ പൊസിഷനിലാണ്. എന്നാൽ നമ്മൾ എപ്പോഴാണോ ആ പെട്ടി തുറന്നു നോക്കുന്നത് ആ സമയത്ത് അല്ലെങ്കിൽ ആ നിമിഷം ഈ സൂപ്പർ പൊസിഷൻ എന്നുള്ള ഒരു അവസ്ഥ അങ്ങ് മാറും. അങ്ങനെ മാറിയിട്ട് ഒന്നില്ലെങ്കിൽ പൂച്ച ജീവിച്ചിരിക്കും അല്ലെങ്കിൽ മരിക്കും. അതായത് ഇതിലേതെങ്കിലും ഒന്ന് മാത്രം അവിടെ സംഭവിക്കുള്ളൂ. പിന്നെ എന്തിനാണ് ഈ ഷ്രോഡിഞ്ചർ ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റ് ചെയ്തത്? ഷ്രോഡിഞ്ചർ ഈ ഒരു തിയറി കൊണ്ടുവന്നത് പൂച്ച ഒരേ സമയം മരിക്കുകയും ജീവിച്ചിരിക്കുകയും എന്നുള്ള ഒരു അവസ്ഥ കാണിക്കാനല്ല, മറിച്ച് അന്നത്തെ ക്വാണ്ടം തിയറിയുടെ ചില പോരായ്മകളെ അദ്ദേഹം വിമർശിച്ചതാണ്. അതായത് അങ്ങനെ വിമർശിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്തത്. അതായത് ക്വാണ്ടം ഫിസിക്സിന്റെ ചില പോരായ്മകളെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട്. അതായത് സൂക്ഷ്മമായ മാറ്റങ്ങളുള്ള നിയമങ്ങൾ പൂച്ചയെപ്പോലുള്ള വലിയ വസ്തുക്കളിൽ പ്രയോഗിച്ചാൽ എത്ര യുക്തിരഹിതമായിരിക്കും, അതായത് ഇല്ലോജിക്കലായിരിക്കും എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റ് അദ്ദേഹം ചെയ്തത്. ഇന്ന് പക്ഷെ പല ആളുകളും പല രീതിയിലാണ് പറയുന്നത്. ചിലർ വിശ്വസിക്കുന്നത് മെനി വേൾഡ് തിയറിയാണ്, അതായത് മൾട്ടിവേഴ്സ്. അതായത് ഒരു യൂണിവേഴ്സിൽ പൂച്ച മരിച്ചിട്ടുണ്ടാവും, മറ്റൊരു യൂണിവേഴ്സിൽ പൂച്ച ജീവിച്ചിരിക്കുന്നുണ്ടാവും. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഡാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ഉണ്ട്, അത് കണ്ടാൽ മതി. അപ്പൊ ഇതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ തല ഒരുമാതിരിയാവും. ക്വാണ്ടം ഫിസിക്സ് ഇത്രയും ബുദ്ധിമുട്ടാവാനുള്ള കാരണം ഇതുപോലുള്ള തിയറികൾ കാരണമാണ്. ക്വാണ്ടം ഫിസിക്സിനെ പറ്റി ഞാനൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്, ചാനലിലുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കണ്ടു നോക്കുക. ഈ ഒരു വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.